ജ്ഞാനസ്നാനവേളയിൽ പുരോഹിതൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിച്ച കുഞ്ഞിനെ നോക്കി പറയുന്നൊരു വാക്കുണ്ട്. നീ ദൈവത്തിൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. നീ ദൈവത്തിൻ്റെ പുത്രൻ തന്നെയാണ്. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രനാണെന്ന് മുദ്രണം ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. യു ആർ സീൽഡ്. നിനക്കിനി വേറെ മാറ്റമൊന്നുമില്ല. നീ ഇനി അയാളുടെ സ്വന്തമാണ്, അയാളുടെ മാത്രമാണ്. ഇതാണ് ജ്ഞാനസ്നാനവേളയിലെ ഏറ്റവും വലിയ പ്രത്യേകത. നമ്മളൊക്കെ സീൽ ചെയ്യപ്പെടും ഒരാളുടെ നാമത്തിൽ. ആരുടെ നാമത്തിൽ? ദൈവത്തിൻ്റെ നാമത്തിൽ. ദൈവത്തിൻ്റെ പുത്രനെന്നും പുത്രിയെന്നും വിളിക്കപ്പെടും. യേശു പറയും, എൻ്റെ നാമത്തിൽ നിങ്ങളെ മനുഷ്യർ വെറുക്കും, ദ്വേഷിക്കും. അങ്ങനെ നിങ്ങളെ ദ്വേഷിക്കുമ്പോൾ, വെറുക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങൾ ദ്വേഷിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ ലോകത്തിൻ്റെതല്ലാത്തത് കൊണ്ടാണ്. നിങ്ങൾ ലോകത്തിൻ്റെതല്ല, നിങ്ങളുടെ എൻ്റേതാണ്. ഈ ലോകത്തിൽ നിങ്ങളെ തിരഞ്ഞെടുത്തത് ഞാനാണ്. എൻ്റെ നാമത്തിൽ അവർ നിങ്ങളെ ദ്വേഷിക്കും. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടരുത്. ഇങ്ങനെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുള്ളപ്പോൾ നമ്മൾ ഒന്നിനും പേടിക്കരുത്. കാരണം മനുഷ്യർക്ക് നമ്മളെക്കുറിച്ച് 100 കാര്യങ്ങൾ പറയാനുണ്ടാകും. പക്ഷേ നമ്മെ വിളിച്ചവന് പറയാനുള്ള ഒരൊറ്റ കാരണമേ ഉള്ളൂ. ആ ഒറ്റ കാരണത്തിൻ്റെ പേരാണ് നീ എൻ്റെ പുത്രനാണ്, പുത്രിയാണ് എന്ന വാക്ക്. അതിനപ്പുറത്തേക്ക് ഈ ഭൂമിയിൽ നമുക്ക് എന്ത് സൗഭാഗ്യം വേണം?